Dear students, today we are going to discuss the topic Gibbs paradox, entropy of mixing and Gibbs paradox. So already നമ്മൾ എൻട്രോപ്പിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ, ദാറ്റ് ഈസ് എസ് ഓഫ് എൻ വി ഇ ഈസ് ഈക്വൽ ടു എൻ കെ എൽ എൻ വി ബൈ എച്ച് ക്യൂ 4πme ഡിവൈഡ് ബൈ 3n ഓൾ റൈസ് ടു 3/2 പ്ലസ് 3/2 എൻ കെ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സപ്പോസ് we are considering the mixing of an ideal gas ആണ്. So രണ്ട് compartments ഉണ്ട്. First one having number of particles n1, volume v1, temperature T. Second one of having n2 number of particles v2, volume, temperature T. രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയതുകൊണ്ട് മിക്സിങ് കഴിഞ്ഞു കഴിഞ്ഞാലും, അപ്പോൾ ഇതൊരു പാർട്ടീഷൻ വെച്ചിട്ട് നിർത്തിയിരിക്കാൻ രണ്ട് ടൈപ്പ് ഐഡിയൽ ഗ്യാസിന്. അപ്പോൾ അതിൽ ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ മിക്സിങ്ങും ദ ടെമ്പറേച്ചർ വിൽ ബി ദ സെയിം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരു എസിൻ്റെ ഇക്വേഷൻ എഴുതാണ്. എസിൻ്റെ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു എൻ കെ എൽ എൻ വി ബൈ എച്ച് ക്യൂ 4πm ഇൻറ്റു വി എന്നുള്ള എക്സ്പ്രഷനെ നമ്മൾ 3/2 എൻ കെ ടി എന്ന് എഴുതി. We know for an ideal gas having 3 degrees of freedom E is equal to 3/2 NKT ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എൻ കെ എൽ എൻ വി ബൈ എച്ച് ക്യൂബ് 2πm KT. ഇവിടെ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്യും. 2 ഇൻറ്റു 3 വരും. അഗെയിൻ 3ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ബാക്കി 2πm KT റൈസ് ടു 3/2 ആണ്. ദെൻ ഈ എന്നും എന്നും ന്യൂമറേറ്ററിൽ ക്യാൻസൽ ചെയ്യും. സോ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു എൻ കെ എൽ എൻ വി ബൈ എച്ച് ക്യൂബ് 2πm KT റൈസ് ടു 3/2 പ്ലസ് 3/2 എൻ കെ എന്ന് കിട്ടും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എൻ കെ എൽ എൻ വി ബൈ വി ഇൻറ്റു 2πm KT ബൈ എച്ച് ക്യൂബ് നമ്മൾ ഈ റേസ് ടു 3/2ൻ്റെ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് സ്ക്വയർ റേസ് ടു 3/2. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ മോഡിഫൈഡ് ഫോം ഓഫ് ദി എക്സ്പ്രഷൻ ഫോർ എൻ ഐഡിയൽ ഗ്യാസ്, എൻട്രോപ്പി ഓഫ് എൻ ഐഡിയൽ ഗ്യാസിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കേസിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഗ്യാസ് കമ്പാർട്ട്മെൻറ്റ് ഗ്യാസിൻ്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് S1 ഈക്വൽ ടു N1 K LN. വിക്ക് പകരം V1 വരും. അതുപോലെ എന്നിന് പകരം N1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എഴുതാൻ പറ്റും 3/2 N1 K LN ഓഫ് 2πm1 KT ഡിവൈഡഡ് ബൈ H സ്ക്വയർ പ്ലസ് 3/2 N1 K എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളൂ. ln ഓഫ് വി ഇൻറ്റു ദാറ്റ് വൺ ബിക്കംസ് ln ഓഫ് V1 ഇൻറ്റു ln ഓഫ് ദാറ്റ് വൺ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് ഈ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു മാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെ മാസ് നമ്മൾ M1 M2 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ S2 എന്നുള്ള സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലെ ഗ്യാസിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു N2 K ln V2 പ്ലസ് 3/2 NK ln 2πm2 KT ഡിവൈഡഡ് ബൈ H സ്ക്വയർ പ്ലസ് 3/2 N1 Kക്ക് പകരം N2 K ആയിരിക്കും. ഇതിൽ S1 നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് N1 K ln V1 പ്ലസ് രണ്ടിലും 3/2 കോമൺ ഉള്ള സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിൽ നിന്ന് 3/2 N1 K കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3/2 N1 K ഇൻറ്റു 1 പ്ലസ് 2πm1 KT ബൈ H സ്ക്വയർ. Then second one S2 becomes N2 K ln V2 plus 3/2 N2 K into 1 plus ln 2πm2 KT by H square ആയിട്ടോ. ഇനി നമ്മൾ ഇത് രണ്ട് ഗ്യാസും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം S1 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ S1 ഈക്വൽ ടു രണ്ടും കൂടെ സം ചെയ്യുക. N1 K ln V1 ഉണ്ട് പ്ലസ് N2 K ln V2 പ്ലസ് 3/2 N1 K ഇൻറ്റു 1 പ്ലസ് ln 2πm1 KT ബൈ H സ്ക്വയർ പ്ലസ് 3/2 N2 K 1 പ്ലസ് ln 2πm2 KT ബൈ H സ്ക്വയർ. പുട്ടിൻ്റെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി മിക്സ് ചെയ്യുക. സപ്പോസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ പാർട്ട് കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ടു ഗ്യാസസ് വിൽ മിക്സ് ഈച്ച് അതർ. സോ മിക്സ് ചെയ്യുമ്പോൾ
അപ്പോൾ അതിൻ്റെ പുതിയ റിസൾട്ടൻ്റായിട്ട് കിട്ടിയിട്ടുള്ള ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ST നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് പകരം N എന്നുള്ളത് N1 + N2 ആയിട്ട് മാറും. അതുപോലെ V എന്നുള്ളത് V1 + V2 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ST = NK ln V എന്നുള്ളിടത്ത് N1 + N2 K ln V1 + V2 പ്ലസ് 3/2 N1K എന്നുള്ളിടത്ത് 3/2 N1 + N2 K ഇൻറ്റു ഒന്നുകിൽ ബ്രാക്കറ്റ് ഇട്ട് 1+ എഴുതാം, അല്ലെങ്കിൽ 3/2 N1K ln 2πm1KT/h² പ്ലസ് 3/2 N2K ln 2πm2KT/h². ഇവിടെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് എഴുതാൻ കാരണം ഇവിടെ M1 M2 ഈക്വൽ അല്ല, അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ 3/2 N1K ൻ്റെ കൂടെ എഴുതി 3/2 N2K രണ്ട് ടേമായിട്ട് എഴുതി. ഈ 3/2 N1K ഫസ്റ്റ് ടേമിന് നമ്മൾ ഒറ്റ ടേമിൽ N1 + N2 × K എന്നായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു മിക്സിങ് കൊണ്ട് വന്നിട്ടുള്ള ഡിഫറൻസ് ഓഫ് എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ΔS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ΔS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടേംസ് മിക്കവാറും ടേംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടേംസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 3/2 N1K ln വരുന്ന രണ്ട് ടേംസും രണ്ടിലും കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ 3/2 N1K ഉണ്ട്, 3/2 N2K രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് S1 വരുന്ന ടേം N1K ln V1 + N2K ln V2 ഉണ്ട്. ഇവിടെയാണെങ്കിൽ N1 + N2K ln V1 + V2. ഈ രണ്ട് ടേംസാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുണ്ടാവുക. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു N1, ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി N1 + N2ൻ്റെ എക്സ്പാൻഷൻ N1K ln V1 + V2 ഉണ്ടായിരിക്കും. അതിന്ന് നമുക്ക് ഇവിടെ N1 വരുന്ന ടേം K ln V1 മൈനസ് ചെയ്യുക. അതുപോലെ N2 വെച്ചിട്ടും ഈ രണ്ട് ടേം ഉണ്ട്, N2K ln V1 + V2 എന്ന് നമുക്ക് ഈ N2K ln V2 മൈനസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N1K ln V1 + V2 മൈനസ് K ln V1 ആണ്. അതിന് നമുക്ക് N1K ln V1 + V2/V1 എഴുതാം. അതുപോലെ സെക്കൻഡ് ടേമിന് നമുക്ക് N2K ln V1 + V2 /V2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എൻട്രോപ്പി ഓഫ് മിക്സിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഒരു നമുക്കറിയാം ഇറ്റ് ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കത് എപ്പോഴും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. സോ ΔS ഈസ് ഗ്രേറ്റർ ദാൻ 0 സിൻസ് V1 + V2/V1 എന്ന് പറയുന്നത് എപ്പോഴും V1-നേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ V1 + V2/V2 എന്ന് പറയുന്നത് എപ്പോഴും V1-2-നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ln എ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, അതുകൊണ്ട് അതെപ്പോഴും 0 ആയിരിക്കും. ΔS ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ ഈ ഇക്വേഷനെ തന്നെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പാർട്ടിക്കിൾ ഡെൻസിറ്റി രണ്ട് കേസിലും ഈക്വൽ ആണ്. പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N1/V1 ആണ് പാർട്ടിക്കിൾ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷന്. അപ്പോൾ അത് ഈക്വൽ ടു N2/V2 ആണ്. നമ്മൾ രണ്ട് സൈഡിലൊരു 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ N1/N2 + 1 = V1/V2 + 1 എന്ന് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ N1/N2ന് നമുക്ക് V1/V2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് N1 + N2 /N2 ദാറ്റ് ഈസ് ഈക്വൽ ടു V1 + V2 /V2 എന്ന് എഴുതാം. അതുപോലെ നമുക്ക് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് N1 + N2 N2/N2V2 നമുക്ക് പകരം N1V1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. then it can be written as N1 + N2/N1 = V1 + V2 /V1 എഴുതാൻ പറ്റും. റിവേഴ്സിബിൾ പ്രോസസ് ലൈക്ക് മിക്സിംഗ് ഓഫ് ടു ഗ്യാസസ്, ഈ ക്വാണ്ടിറ്റി ΔS എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം ഓൾവേസ് പോസിറ്റീവ് ആണ്. N1 + N2/N1 വന്നാലും അതുപോലെ V1 + V2/V2 വന്നു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ln will be greater than 1. so ΔS is always greater than 0. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ there is no such mistakes in the expression for S.
because during irreversible process we know that entropy should increase, and that expression we have got from the equation of delta, equation of S, which we have already derived. ഇതിൽ ഈ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ വരുന്നത് ഇഫ് യു കൺസിഡർ ദ മിക്സിംഗ് ഓഫ് 2 ഐഡൻറ്റിക്കൽ ഗ്യാസ്, നമ്മൾ ഒരു ഐഡൻറ്റിക്കൽ ഗ്യാസിന് ഇതുപോലെ 2 കമ്പാർട്ട്മെൻറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്യുന്നു. ബിഫോർ മിക്സിങ് നമ്മൾ അതിൻ്റെ എൻട്രോപ്പി കാണുന്നു, S1 S2 എന്ന് പറഞ്ഞിട്ട് കാണുന്നു. ദെൻ കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്യുന്നു, നമ്മളതിൻ്റെ ടോട്ടൽ എൻട്രോപ്പി, മിക്സിങ് എൻട്രോപ്പി കാണുന്നു. എന്നിട്ട് ടോട്ടൽ മിക്സ്ചറിൻ്റെ എൻട്രോപ്പി രണ്ട് രീതിയിലും, ബിഫോർ മിക്സിങ്ങും ആഫ്റ്റർ മിക്സിങ്ങും. ബിഫോർ മിക്സിങ് എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S1 + S2 ആണ്. ആഫ്റ്റർ മിക്സിങ് നമ്മൾ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ST എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N1 + N2 ആയിട്ടും ടോട്ടൽ വോളിയം V1 + V2 ആയിട്ടും ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം ടൈപ്പ് ഓഫ് ഗ്യാസ് ആയതുകൊണ്ട് സപ്പോസ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഇനീഷ്യൽ കേസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ കേസിലും നമുക്ക് ഡെൽറ്റ എസ് പോസിറ്റീവായി കിട്ടും. ബട്ട് ആക്ച്വലി ഈ കേസിൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ഗ്യാസസ് ആണെങ്കിൽ, ഏർലിയർ കേസിൽ രണ്ടും ഡിഫറെൻറ്റ് ഗ്യാസസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡെൽറ്റ എസ് 0 ആണ്. പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഡെൽറ്റ എസ് എപ്പോഴും എന്താണ് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നത്. അപ്പോൾ സോ നമുക്ക് ഈ ഒരു പ്രശ്നം, ദർ ഇസ് എ പാരഡോക്സ് ഇൻ ദ കേസ് ഓഫ് മിക്സിംഗ് ഓഫ് ഗ്യാസസ് ഫോർ ദ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി. ആൻഡ് അതിന് ഒരു കറക്ഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് വേണം, രണ്ട് കേസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻട്രോപ്പി എക്സ്പ്രഷൻ വേണം. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസിൽ നമുക്ക് റിവേഴ്സിബിൾ ആകുമ്പോൾ അത് ഫസ്റ്റ് കേസിൽ ഇറിവേഴ്സിബിൾ ആകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0യും, സെക്കൻഡ് കേസിൽ റിവേഴ്സിബിൾ ആകുമ്പോൾ അത് 0 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗിബ്സ് ഒരു കറക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേഴ്സ് എണ്ണിയെടുത്താണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ നമ്മൾ മൈക്രോസ്റ്റേഴ്സ് എണ്ണിയിട്ടുള്ളത് സിഗ്മ ഓഫ് ഇ ആണ്. ബട്ട് ആക്ച്വലി ഇവിടെ ഈ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ, ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ മൈക്രോസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് സിഗ്മ ഓഫ് ഇ ഷുഡ് ബി ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എസിൻ്റെ എക്സ്പ്രഷൻ S is equal to KLN സിഗ്മ അല്ലെങ്കിൽ KLN ഒമേഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ സിഗ്മ ബൈ n ഫാക്ടോറിയൽ ഇടണം. അതായത് ടോട്ടൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പിയിൽ നിന്ന് നമുക്ക് KLN n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ടു സബ്ട്രാക്ട് KLN log n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ടേം എസിൻ്റെ എക്സ്പ്രഷൻ മൈനസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വൽ എക്സ്പ്രഷൻ ഫോർ എസ് കിട്ടുള്ളൂ. സോ കെ log n ഫാക്ടോറിയൽ എന്ന് പറയുന്നതിന് നമുക്ക് സ്റ്റിർലിങ്സ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് K ഇൻറ്റു NLN n മൈനസ് n എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എസിൻ്റെ ഇക്വേഷൻ മോഡിഫൈ ചെയ്യാണ്, ഈ ഒരു ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട്. സോ NKLN V 2πm/KT/h² പ്ലസ് 3/2 NK ഓൾറെഡി ഉള്ളതാണ്, മൈനസ് അതിൻ്റെ കൂടെ വരുന്ന ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് NKLN എന്നും വരും, പ്ലസ് NK എന്ന് പറയുന്ന ടേം. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു K log n ഫാക്ടോറിയലാണ് വരിക. K log n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K log n ഫാക്ടോറിയൽ ദാറ്റ് ബിക്കംസ് K ഇൻറ്റു NLN n മൈനസ് n. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം മൈനസ് ഓഫ് ദീസ് ടേം എന്ന് പറയുമ്പം മൈനസ് ദീസ് ടേം, ഈ ടേം പ്ലസ് ആയിട്ട് മാറും. ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതിന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ NKLN ഇവിടെ ഈ രണ്ട് ടേമിലും
എൻ കെ എൽ എൻ കോമൺ ആണ്. സോ ഈ എൻ മൈനസ് എൽ എൻ എൻ എന്നുള്ളത് നമുക്ക് ബൈ എൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ടേം ബിക്കംസ് എൻ കെ എൽ എൻ ബി ബൈ എൻ 2 m KT by h square raised to 3/2 plus 3/2 NKയും then 1 NK. സോ ഇറ്റ് ബിക്കംസ് 5/2 NK. അപ്പോൾ ഇതിന് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് എൻ കെ എൽ എൻ ബി ബൈ എൻ പ്ലസ് ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു 3/2 NK. ഈ ടേമിനെ നമ്മൾ എൽ എൻ 3/2 എന്നുള്ളതിനെ 3/2 NK then 5 × 5/3 പ്ലസ് എൽ എൻ ഓഫ് 2 m KT by h square എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും നമുക്ക്. ഈ 5/2നെ നമ്മൾ 3/2 × 5/3 എന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതും. ഈ നമുക്ക് ഈ ഒരു മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ സാക്കൂർ ടെട്രോഡ് ഇക്വേഷൻ ഫോർ എൻട്രോപ്പി എന്ന് പറയുന്നത്. ന്യൂ മോഡിഫൈഡ് ഫോമാണ് സാക്കൂർ ടെട്രോഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് S1ൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് S1 = N1K ln B1 by N1 plus 3/2 N1K × 5/3 plus ln of 2 m1 KT by h square എഴുതാം. അതുപോലെ S2നെ നമുക്ക് N2K ln V2 by N2 plus 3/2 N2K × 5/3 plus ln of 2 m1 m2 KT by h square എഴുതാം. ഇവിടെ രണ്ട് m ഇട്ടത് ഒന്ന് മാറ്റിയിട്ട് m1 m2 എന്നാക്കുക. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിക്ക് V1 plus V2 എന്നിന് N1 plus N2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ടോട്ടൽ മിക്സ്ചറിൻ്റെ കേസിൽ. അപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ടോട്ടൽ ST മൈനസ് ഓഫ് S1 പ്ലസ് S2 എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ST എന്നുള്ളത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NKLN V/N ആയിരിക്കും. V1/N1 എന്നുള്ളതിന് പകരം V/N-ഉം അത് ടേം എക്സ്ട്രാ വരും. ബാക്കി ടേംസ് എല്ലാം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ST എന്നുള്ളതിന് 3/2 N1K × 5/3 പ്ലസ് ln ഓഫ് 2 m1 KT വരും. അടുത്തത് 3/2 N2K. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടുത്തെ N1നെ നമുക്ക് N1 + N2 എന്ന് എഴുതാം. അതുപോലെ M1 M2 എന്നുള്ള ടേം നമുക്ക് സെപ്പറേറ്റ് തന്നെ എഴുതണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NKLN B/N മൈനസ് N1K ln B1/N1 മൈനസ് N2K ln V2/N2 ആണ്. വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി V1 + V2 ഡിവൈഡഡ് ബൈ N1 + N2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് KLN ഓഫ് NLN V1 + V2 ഡിവൈഡഡ് ബൈ N1 + N2 മൈനസ് N1 ln V1/N1 മൈനസ് N2 ln V2/N2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ N ബിക്കംസ് N1 + N2 ആണ്. N1 + N2 × ln ഓഫ് V1 + V2 ഡിവൈഡഡ് ബൈ N1 + N2. ഇതിന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ പാർട്ടിക്കിൾ ഡെൻസിറ്റീസ് ഓഫ് ദി സാമ്പിൾസ് ആൾസോ ഈക്വൽ നമുക്ക് എക്സ്പ്രഷൻസ് എഴുതാൻ പറ്റുന്നത് N2 നമ്മൾ നേരത്തെ ചെയ്തതാണ്. N1/N2 + 1 = V1/V2 + 1 or N1 + N2/N2 = V1 + V2 ഡിവൈഡഡ് ബൈ V2, അല്ലെങ്കിൽ N1 + N2 ഡിവൈഡഡ് ബൈ V1 + V2 = N2/V2 or N1/N1 എഴുതാൻ പറ്റും നമുക്ക്. ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ln ഓഫ് V1 + V2 by N1 + N2 എന്നുള്ളതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ചെയ്ത് വെച്ച് കാണാൻ പറ്റും. ഇറ്റ് വിൽ ബിക്കംസ് V1/N1 എഴുതാൻ പറ്റും. സോ N1 + N2 ഇൻറ്റു N1 + N2 K × N1 + N2 ഇൻറ്റു ഈ V1 + V2 ഡിവൈഡഡ് ബൈ N1 + N2ന് V1/N1 എഴുതാൻ പറ്റും നമുക്ക്. സോ ഇറ്റ് ബിക്കംസ് ഹിയർ ആൾസോ നമുക്ക് V2/N2നെ V1/N1 എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ടേംസ് N1 + N2, N1 ഇവിടെ ടേം വരുന്നുണ്ട്, അതുപോലെ N2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ടേം വരുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഡെൽറ്റ എസ്, അപ്പോൾ ഇനീഷ്യൽ പാർട്ടിക്കിൾ ഡെൻസിറ്റീസ് ഈക്വൽ ആണെങ്കിൽ നമുക്കിവിടെ ഡെൽറ്റ എസിൻ്റെ വാല്യൂ 0 ആയിട്ട് കാണിക്കാൻ പറ്റും ഈ കേസിൽ. അല്ലാത്ത കേസിൽ നമുക്കറിയാം ഇവിടെ പാർട്ടിക്കിൾ ഡെൻസിറ്റീസിൻ്റെ കേസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് എന്നുള്ള കേസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എസിൻ്റെ മോഡിഫൈഡ് ഇക്വേഷൻ സാക്കൂർ ടെട്രോഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഗിബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ പാരഡോക്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും.